ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മത്തിക്കറിന് രണ്ട് ടൈപ്പിലെ മത്തിക്കറി വെക്കാൻ പോകുന്നത്. ഒന്ന് തേങ്ങ അരച്ചതും മറ്റത് മുളകിട്ട മത്തിക്കറി. അപ്പം അതിൻ്റെ കൂടെ മത്തിയുടെ കൂടെ ചേർക്കുന്നത് ഞാൻ ഇരുമ്പുളി തന്നെ കേട്ടോ. അപ്പം അത് തൃശ്ശൂർ സ്റ്റൈലിൽ വെക്കണത്. അപ്പം അതെങ്ങനെ വെക്കാമെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം രണ്ട് ടൈപ്പ് മത്തിക്കറി വെക്കാൻ പോണത്. ഇതിൽ ഞാൻ തേങ്ങ അരച്ചിട്ടുള്ളതും പിന്നെ ഈ ഇതിൽ മുളകിട്ടിട്ടുള്ള മത്തിക്കറി. അപ്പോൾ തേങ്ങ അരയ്ക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഞാനൊരു പകുതി എടുത്തേക്കണം. പകുതി മുറിയുടെ പകുതി അത്ര എടുത്തിട്ടുള്ളൂ. കാരണം ഇത് ഇത്ര കുറച്ച് തേങ്ങ നമുക്ക് ഒരു 4 പേർക്ക് കഴിക്കാം ഒരു നേരം. പിന്നെ 3 പച്ചമുളക്, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 ചുവന്നുള്ളി. ഇത് പിന്നെ നമുക്ക് മുളക് പൊടി വേണം, ഒരു 1.5 സ്പൂൺ മുളക് പൊടി. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് കേട്ടോ, എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് എരിവ്. പിന്നെ ഒരു പകുതി മല്ലിപ്പൊടി. അപ്പോൾ തൃശ്ശൂർക്കാർ ഓൾറെഡി മല്ലി ഇട്ടിട്ട് വെക്കുക മീൻ കറികൾ. പിന്നെ ഇനി നിങ്ങൾക്ക് മല്ലി ആവശ്യമില്ലാത്തവർ മല്ലി ഇടണ്ട. തേങ്ങയും ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, റെഡ് ചില്ലി പൊടി ഇതിട്ടിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ ഒരുമിച്ച് അരയ്ക്കാനാണ് പോണേ. ഒരുമിച്ച് അരയ്ക്കുമ്പോൾ നമ്മുടെ പണി പെട്ടെന്ന് കഴിയും. ഒരുമിച്ച് അരച്ചിട്ട് ഞാൻ ഈ ചട്ടിയിൽ അരപ്പ് മുഴുവൻ ഒഴിച്ചിട്ട് തിളപ്പിക്കണത് കേട്ടോ. അപ്പം സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. 2 മത്തീന് ഞെട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഇരുമ്പുളി. മത്തി ഓൾറെഡി കഴുകിയിട്ട് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 2-3 കതിര് വേപ്പിൻ്റെ ഇടാം. നാട്ടിൽ നിന്ന് കൊടുന്നതാണ്, നല്ല ഫ്രഷ്. ഒരാഴ്ചയായിട്ടാന്നാലും നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം. ഇട്ടു. ഇനി നമുക്ക് ഇത് അരച്ച അരപ്പിടാം. കാണാണ്ടല്ലോ. അപ്പോൾ തേങ്ങ ഒരു 1/2 സ്പൂൺ, മല്ലി പൊടി, മുളക് പൊടി 1.5 സ്പൂൺ, പിന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, 2 ചുവന്നുള്ളി കേട്ടോ. ഈ മിക്സി കഴുകിയ വെള്ളം നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിക്കാം. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ. ഈ ഇരുമ്പുളി മത്തി മേലെ നമുക്ക് ഇത്തിരി വെള്ളം നിൽക്കണം. ഒരു സ്വല്പം കൂടി വെള്ളം ഒഴിക്കണം. മത്തിയുടെ മേലെ നിൽക്കണം വെള്ളം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വറ്റിക്കണം നമുക്ക്. അപ്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇരുമ്പുളി മത്തി മൂടുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ചാക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്ത സെക്ഷൻ എടുക്കാം. മുളകിട്ട കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ മുളകിട്ട കറി വെക്കാനായിട്ട് മുളക് പൊടി ഞാനൊരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, ചുവന്നുള്ളി, പിന്നെ പച്ചമുളക് ഒരു 2-3 എണ്ണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടി അരിഞ്ഞത്. കാരണം ഒരു മത്തിയും ഇരുമ്പുളിട്ടിട്ട് വെക്കണം. കാരണം നമ്മൾ അധികം ഇവിടെ ആൾക്കാരില്ല, 2 പേരുള്ളൂ. അത് കാരണം കൊണ്ട് ഞാൻ കുറച്ച് വെക്കുന്നത്. അപ്പം ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് നമുക്ക് അരയ്ക്കണം കേട്ടോ. മിക്സിയിൽ ഒന്ന് വെറുതെ ഒന്ന് കുഴമ്പനാക്കി എടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ഫസ്റ്റ് ഞാൻ കാച്ചിയിട്ടാണ് ഇതിടുന്നത്. ഇതിലേക്ക് നമ്മൾ ചുവന്നുള്ളി ഇട്ട് വഴറ്റിയതിന് ശേഷം ഒന്ന് വാടിയിട്ടുണ്ട്. വഴറ്റിയതിന് ശേഷം നമുക്ക് ഇത്തിരി ഉലുവിടാം. ചിലർ ആദ്യം ഉലുവിടും കേട്ടോ. പക്ഷെ ഞാൻ ആദ്യം ഇടണില്ല. കാരണം ആദ്യം ഉലുവിട്ടാൽ അത് ഉള്ളിയൊക്കെ മുരിഞ്ഞ് വരുമ്പോഴേക്കും ഉലുവ കരിഞ്ഞു വരും. അപ്പോൾ കറി കഴിക്കും. അപ്പോൾ ഉലുവ നമുക്ക് പിന്നെ ഇട്ടാൽ മതി. ഒന്ന് മുരിയണം എന്നുള്ള ഒരു സ്മെല്ല് വരണം എന്നുള്ള ഉലുവേരെ. അപ്പോൾ ചുവന്നുള്ളി ഇട്ടു, ഉലുവ കുറച്ചിട്ടു. ഇനി പച്ചമുളകും ഇഞ്ചി ഇടാം. ഇമ്പോർട്ടൻ്റ് നമ്മുടെ വേപ്പിൻ്റെ ഇല. അപ്പം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു കുറച്ച് മഞ്ഞൾ എടുത്തിട്ടുണ്ട് തന്നെ. അത് ഒഴിച്ചിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ ആ മല്ലിയുടെ ആ ചുവ പോവാനാണ് ഒന്ന് ചൂടാക്കണം കേട്ടോ. അത് അരച്ചാൽ ഒരു കുഴമ്പനായിട്ട് കിട്ടും. മുളക് പൊടി,
മല്ലിപ്പൊടി ഒന്ന് അരച്ചാൽ ഒരിത്തിരി അത് രണ്ട് മിക്സ് ആയിട്ട് വരും, നന്നായിട്ട് ഒരു കുഴമ്പനായിട്ട് വരും. അതിനെ ഞാൻ അരച്ച് ഇനി നമുക്ക് മിക്സിയിൽ അരച്ച ആ ജാറിലേക്ക് ഒരു കപ്പ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് തിളച്ചതിന് ശേഷം മീനും പുളിയിടാട്ടോ. പിന്നെ നിങ്ങൾക്ക് ഉപ്പ് നോക്കണം. നമ്മൾ മീനിൽ ഉപ്പ് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഉപ്പ് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ആ ചാറ് നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇപ്പം ഈ സൈഡിൽ നമ്മുടെ തേങ്ങ അരച്ച മത്തി നന്നായിട്ട് തിളച്ച് പറ്റി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അപ്പം നമ്മുടെ മുളക് കറിയുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ ഉപ്പ് നോക്കണം, ആവശ്യത്തിന് ഉപ്പിടണം. ഉപ്പില്ലെങ്കിൽ ഒരു കാര്യമില്ല നമ്മുടെ കറി വെച്ചിട്ടാ. അപ്പോൾ ഞാൻ മീനും ഇരുമ്പുളി ഇടണം. ഇനി അത് നന്നായിട്ട് പുളിയും വേവണം, മീനും വേവണം. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചതിൽ ഞാൻ തേങ്ങ അരച്ചതും മീനും പുളിയും ഒരുമിച്ചിട്ട് വെച്ചു. പക്ഷെ മുളകിട്ടതിൽ ആ മുളകിൻ്റെ മസാല വെന്തതിന് ശേഷം തിളച്ചതിന് ശേഷം ഞാൻ മീനും പുളിയിട്ടത് കണ്ടോ. രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുന്ന കറികളാണ്, ജോലിക്കാർക്കായാലും ബാച്ചിലേഴ്സിനായാലും. ഞാൻ അങ്ങനത്തെ എളുപ്പമുള്ള റെസിപ്പി ഇനി ഞാൻ കൊണ്ടുവരണത്. പക്ഷെ ആരും കാണുന്നില്ല എന്ന് തോന്നുന്നു എൻ്റെ റെസിപ്പി ഒന്നും. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഞാൻ പറയുന്ന റെസിപ്പികളൊക്കെ. അത് ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് എനിക്ക് അറിയണില്ല. പക്ഷെ ആൾക്കാർ ഉള്ളവരാരും കാണില്ല, സബ്സ്ക്രൈബ് ചെയ്തവർ വരെ കാണാണ്ടാവും. ഇതാ ഇരുമ്പുളി എന്ന് പറയണത് നമ്മുടെ വീട്ടിലെ ഓരോരുത്തരെ നാട്ടിലൊക്കെ മിക്ക വീടുകളിൽ ഉണ്ടാവും ഇരുമ്പുളി. അതൊക്കെ ഇങ്ങനെ വെറുതെ കൊഴിഞ്ഞു പോവാ വീട്ടിൽ. ആരും നാട്ടിൽ വെക്കണ കാണാനില്ല. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നതാ. പക്ഷെ ആ പുളിയുടെ ഗുണങ്ങള് ബെനിഫിറ്റ്സ് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയാത്ത കാരണം കൊണ്ടാന്ന് തോന്നണേ ആരും പുളി വെക്കാത്തത്. എത്ര നല്ല ഗുണമുള്ളത് നമുക്ക് ശാസ്ത്രത്തിൽ വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള BP, കൊളസ്ട്രോള്, ഷുഗർ അവർക്കൊക്കെ ബെസ്റ്റാന്ന് പറയണേ. അപ്പോൾ ഉള്ളവർ വെച്ച് നോക്കാം ഈ വക കറികൾ. ഇനിയിപ്പോൾ നമുക്ക് നൊയമ്പുകാലൊക്കെ ഇനി ഞങ്ങൾക്ക് വരണത്. അപ്പോൾ ഇരുമ്പുളി ഇഷ്ടപ്രകാരം ഈ സമയത്താണ് ഇരുമ്പുളിയുടെ സീസൺ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുട്ടക്കറി പരിപ്പും പുളിയും കറി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതിൽ മീൻ കൂട്ടുന്നവരെന്ന് വെച്ചാൽ മീനിട്ട് വെക്കാം, വേസ്റ്റ് ഒന്ന്. അപ്പം നമുക്ക് ആ പുളികളൊക്കെ വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് തന്നെ ഉപയോഗിക്കാം എല്ലാതും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. മീനുകളൊക്കെ നന്നായിട്ട് തിളക്കട്ടെ. അപ്പം നമ്മുടെ മുളകിട്ട മീൻ കറി റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് നമ്മുടെ തേങ്ങരച്ച മീൻ കറി, അതും വറ്റിയിട്ടുണ്ട് നന്നായിട്ട്. ഇത് നമുക്ക് ഉള്ളി കാച്ചണം. മുളകിട്ട മീൻകറി ഉള്ളി കാച്ചണ്ട. കാരണം ഫസ്റ്റ് അത് ഉള്ളി കാച്ചിട്ടാണല്ലോ നമ്മൾ മീനും പുളിയൊക്കെ ഇട്ടത്. ഇത് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി ചുവന്നുള്ളി വേപ്പിൻ്റെ ഇലയിട്ട് ഇതിലേക്ക് കാച്ചാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഞാൻ കുറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട്. ഉള്ളി ഒന്ന് വഴന്നതിന് ശേഷം വേപ്പിൻ്റെ ഇല ഇടാം. വേപ്പിൻ്റെ ഇല ഇട്ടു, ചുവന്നുള്ളി ഇട്ടു. ഇനി നമുക്ക് ഒരു 2 മണി ഉലുവ. എനിക്കത് ഉലുവയുടെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അയിലയ്ക്കും ചാളയ്ക്കും ഇത്തിരി ഉലുവ ഇട്ടാലേ ഒരു ആ മത്തിക്കൊക്കെ ഒരു സ്മെല്ല് ഉണ്ടാവില്ല, ഒരു തിളയ്ക്കുമ്പോഴൊക്കെ വരും. അതുണ്ടാവില്ല അത്. അപ്പം അതിനെ നമ്മൾ ഉലുവിടുന്നത്. ഇനി നമുക്ക് വേറൊരു സൂത്രമുണ്ട്. ഒരു സ്വല്പം മുളക് പൊടി, അതൊരു നല്ലൊരു ഭംഗി വരും ആ ചാറിലേക്ക് ഒഴിക്കുമ്പോൾ. അപ്പം ഇതിലേക്ക് ഒഴിക്കാം. അധികം വെളിച്ചെണ്ണ എൻ്റെ കയ്യിൽ കാണില്ല കേട്ടോ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുള്ളൂ. അപ്പോൾ ഈ കറി റെഡിയായി. അപ്പം നമ്മുടെ 2 ടൈപ്പ് മത്തിക്കറി റെഡിയായി. ഇത് മുളകിട്ടതും ഇത് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള മത്തിക്കറി. അപ്പോൾ നിങ്ങൾക്ക് ഇതിഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക.
വളരെ എളുപ്പമുള്ളതാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയണത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കിട്ടണ സാധനങ്ങളാണ്. അത് നമ്മൾ വേസ്റ്റ് ആക്കാതെ നമ്മൾ അമ്മമാർ മക്കൾക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നോയമ്പ് കാലമൊക്കെ സ്റ്റാർട്ടായി. അപ്പം നമുക്കിനി വെജിറ്റബിളിൽ തന്നെ ഇറങ്ങാം. പിന്നെ ഈവനിങ് സ്നാക്സ്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അതെല്ലാം ചെയ്ത് കാണിച്ചു തരാം. അതുവരേക്കും ബായ്.